അശി, വേണ്ട, പൃഥ്വി എന്നോട് സംസാരിക്കണ്ട. തനിക്ക് എന്താ? എന്തിനാ എന്നോട് ദേഷ്യം? അതിന്റെ കാര്യം പൃഥ്വിക്ക് അറിയാലോ. ഇന്ന് എന്റെ ഫ്രണ്ടിന്റെയും അവന്റെ അച്ഛന്റെയും മുന്നിലാ ഞാൻ അപമാനിതയായത്. ഓഫീസ് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് പൂർണിമ ചേച്ചിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പൃഥ്വി, നിർത്ത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. കാര്യമായ എന്തോ പ്രശ്നമുണ്ടല്ലോ. സ്വന്തം ഭാര്യ ഒരാൾ അപമാനിക്കുമ്പോ അത് കേട്ടു നിന്ന് ആസ്വദിക്കുന്ന ഒരാളാണോ യഥാർത്ഥ ഭർത്താവ്? ഇതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നു. ഓഹോ, തോന്നുന്നതോ? ഇന്ന് എനിക്ക് വേണ്ടി പൃഥ്വി ഒരു വാക്ക് ചേച്ചിയോട് സംസാരിച്ചോ? ഇല്ലല്ലോ. കമ്പനിയിലെ ചേച്ചിക്ക് മാത്രമല്ലല്ലോ, പൃഥ്വിക്ക് അവകാശമുള്ളതല്ലേ. പിന്നെ എന്തിനാ അവരെല്ലാം ഒറ്റയ്ക്ക് അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നേ? ഇതിനെല്ലാം കാരണം പൃഥ്വി തന്നെയാ. പൃഥ്വിക്ക് എന്തെങ്കിലും വില ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലേ ഇന്ന് എന്നെ ഇങ്ങനെ അപമാനിക്കില്ലായിരുന്നു. അശി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. കമ്പനി കാര്യങ്ങൾ നോക്കുന്നതും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും ചേച്ചിയാണ്. അതിൽ ഞാനോ അച്ഛനോ ചെറിയച്ഛനോ ആരും ഇടപെടാറില്ല. എന്തുകൊണ്ട് ഇടപെടുന്നില്ല? നിങ്ങൾക്കൊക്കെ അവര് പേടിയാണോ? അല്ലെങ്കിലും അതെങ്ങനെയാ? ഇവിടെ പണ്ടത്തെ രാജഭരണമല്ലേ, പൂർണിമ മഹാറാണിയുടെ ഭരണം. അവര് ഭരിക്കുമ്പോ എല്ലാം കേട്ട് അനുസരിക്കാൻ കുറച്ച് ദാസന്മാരായിട്ട് ബാക്കിയുള്ളവര്. എടോ, എന്താ ഇവിടെ? എന്തിനാ നിങ്ങൾ വഴക്ക് കൂടുന്നേ? ഏയ്, ഒന്നുമില്ല അമ്മേ. അമ്മ പൊയ്ക്കോ. അല്ല, കാര്യമുണ്ട്. എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ. എന്താ? ഈ വീട്ടിൽ പൃഥ്വിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? അതെന്താ നിനക്ക് അങ്ങനൊരു സംശയം? ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശികളിൽ ഒരാളാണ് പൃഥ്വി. ആണല്ലോ. പിന്നെ എന്തിനാ പൃഥ്വി പൂർണിമ ചേച്ചിയെ ഇങ്ങനെ പേടിക്കുന്നേ? ഓഫീസ് കാര്യങ്ങളില് അവരെ പോലെ തീരുമാനങ്ങള് പൃഥ്വിക്ക് എടുക്കാൻ പാടില്ലേ? അതിവൻ ചെയ്യത്തില്ലല്ലോ. ഇവൻ എന്നേക്കാൾ സ്നേഹം അവന്റെ ചേച്ചിയോടാ. അതാണെങ്കി പൂർണിമ നന്നായി മുതലെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരുടെ തോന്നലുകൾ മാത്രമാണ്. അല്ല, ഇന്ന് എനിക്കുണ്ടായ നാണക്കേട് പൃഥ്വിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അതങ്ങനല്ല. ഞാൻ എന്താ പൃഥ്വി, എന്താ ഇവിടെ പറയുന്നേ? അതമ്മ, ഇന്ന് അശ്വയുടെ ഒരു ഫ്രണ്ടും അച്ഛനും പൂർണിമ ചേച്ചിയെ കാണാൻ പോകും.